അയച്ചിട്ടുണ്ട്. ഇപ്പൊ ന്യൂ ഇയർ കാരണം ഇവിടെ ഒന്നും നടന്നില്ല, ഒരു കുന്തം പൊട്ടിയിട്ടില്ല. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഇത് ആക്ച്വലി ഒരു ന്യൂ ഇയർ വ്ളോഗ് ആയിരുന്നു. ഇപ്പോഴാണ് പക്ഷേ ഇടാൻ സമയം കിട്ടിയായിരുന്നു. ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ബേപ്പൂരിലേക്കാണ് കേട്ടോ പോകുന്നത്. ഫസ്റ്റ് പ്ലാൻ ചെയ്തതൊന്നല്ല, നമ്മൾ കണ്ണാടിക്കൽ പോകണമെന്നായിരുന്നു. കണ്ണാടിക്കൽ ഉത്സവം നടക്കുന്നുണ്ട്, അവിടെ നല്ല രസമാണെന്ന് കേട്ടു, അവിടെ പോകണമെന്നതിന്. പക്ഷെ ഒന്നും നടന്നില്ല, വണ്ടിയിൽ ചാർജ് ഇല്ലേനും. ആ ചാർജ് വെച്ച് നമ്മൾ എന്തായാലും കണ്ണാടിക്കലൊന്നും എത്തൂല. അപ്പോൾ എത്തുന്നോർത്ത് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഏറ്റവും അടുത്ത് ബേപ്പൂർ സെലക്ട് ചെയ്തത്. ബേപ്പൂരാണെങ്കിൽ വാട്ടർ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വർഷവും ഉള്ളതാണ്, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അതങ്ങനെയാണല്ലോ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഒരു വില ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ വാട്ടർ ഫെസ്റ്റിന് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ടോട്ടൽ 6 പേരും, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും വൈഫുമാരും മക്കൾസും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കടലിൻ്റെ നടുക്കൊന്നുമില്ല, കുറച്ച് ദൂരം ഒരു പാലമുണ്ട്. അപ്പോൾ 12 മണിക്ക് മുമ്പ് നമ്മൾ ആ പാലത്തിൻ്റെ അറ്റത്തെത്തണം എന്നാണ് വിചാരിച്ച് അങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും, പക്ഷെ കുറേ ദൂരം ചെന്നപ്പോൾ ആരും ഇല്ലേനും. ഞാൻ വിചാരിച്ചു ഇവിടെ ആൾക്കാരെ കൊണ്ട് നടക്കാൻ പറ്റില്ലെന്ന്, പക്ഷെ ആരും ഇല്ലേനും ഗൈസ്. ഇതിവിടെ ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇവിടെ ഇല്ല. പൂച്ചക്കുഞ്ഞൊക്കെ ഉണ്ട്, കുറച്ച് ആൾക്കാർ, 5 ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. 55. അപ്പോൾ ടൈം ഇപ്പതാ 23:55. മീൻസ് 11:55 ആയിട്ടുണ്ട്. 11:55. ഇനി ഒരു 5 മിനിറ്റും കൂടി ന്യൂ ഇയറിനുള്ളൂ. ജസ്റ്റ് അപ്പുറത്തെ ബീച്ചിലേക്ക് നോക്കിയപ്പോഴാട്ടോ അപ്പുറത്ത് നല്ല ലൈറ്റ് കണ്ടത്. അത് ചാലിയാണ് കാണുന്നത്. അപ്പോൾ വിചാരിച്ചു അവിടെ പോയാൽ മതിയെന്ന്, കാരണം ലൈറ്റൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ കുറച്ച് LED മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവസ്ഥ എന്താണെന്നറിയില്ല. ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു സാരമില്ല, കുഴപ്പമില്ല, എന്തായാലും പെട്ടുപോയില്ലേ. അങ്ങനെ ഞങ്ങൾ 12 മണിയാവാൻ വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം വെച്ചാൽ 1 മിനിറ്റിന് ശേഷം 12 മണിയായി ഗൈസ്. ന്യൂ ഇയർ ആയിട്ടുണ്ട്. ന്യൂ ഇയർ ആയി, പക്ഷേ അവിടെ ഇവിടേക്ക് ഓരോന്ന് പൊട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മാത്രം ഒന്നും പൊട്ടിയില്ല. അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ, ഇവിടെ പാലുകാച്ചൽ, കല്യാണം പാലുകാച്ചൽ. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ല. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. അങ്ങനെ ഇവിടെ ഒന്നും കിട്ടാത്ത വിഷമം നമ്മൾ കുറച്ച് ലേസറൊക്കെ അടിച്ച് തീർത്തു. കടലിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ലേസർ അടിച്ച് അങ്ങനെ വിഷമം അങ്ങോട്ട് തീർത്തു. പിന്നെ ഇവിടുന്ന് പോവാ വിചാരിച്ചു വേഗം. നമ്മളിവിടെ പൊട്ടെന്ന് വിചാരിച്ചിട്ടൊന്നും ഒന്നും പൊട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ചടിച്ച് പോവാണ് തിരിച്ച്. വേറെ എന്തെങ്കിലും കിട്ടോട്ടെ. നമുക്ക് ഇവിടെ വന്നിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. പക്ഷെ നമ്മൾ ഒന്ന് പോയോക്കാണ്. ഇനി എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമോന്ന് അറിയില്ല. അപ്പോൾ പോയി നോക്കട്ടെ, ഉണ്ടാവുന്നൊന്നും അറിയില്ല. പോയോക്കാം. ന്യൂ ഇയർ പോയ സങ്കടത്തിൽ നമ്മളങ്ങനെ പോവാട്ടെ, വേറെ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന കണ്ണാടിക്കൽ തന്നെ പോകാനായിരുന്നു ഗൈസ്. കണ്ണാടിക്കൽ തന്നെ പോകാൻ വിചാരിച്ചു. കുറച്ച് ലേറ്റ് ആയാലും അവിടെ എത്താമെന്നുള്ള പ്ലാനിങ് തന്നെയായിരുന്നു. അങ്ങനെ 1:04 നമ്മൾ ചാർജ് ചെയ്യാൻ വന്നതാണ്. ചാർജ് ചെയ്താൽ മാത്രം നമ്മൾ കണ്ണാടിക്കൽ എത്തുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിക്കാമെന്ന്. എന്തായാലും ഇരിക്കുകയല്ലേ, എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ബർഗർ കാര്യങ്ങളൊക്കെ തിന്നിട്ടുണ്ടെങ്കിലും വിശക്കുന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും തീറ്റ മെയിനാണല്ലോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തിന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ ചാർജൊക്കെ 90% അങ്ങനെ വണ്ടിയിലൊക്കെ ഫുൾ ചാർജ് ആയെങ്കിലും ഞങ്ങളുടെ ചാർജ് തീരാറായിട്ടുണ്ടേനും. കാരണം എല്ലാവർക്കും ഉറക്കുന്നുണ്ടേനും. പിന്നെ ഫുഡും കൂടി കഴിച്ചതിനെ കൊണ്ട് മസ്തായിട്ടുണ്ടേനും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ മാറ്റി. കണ്ണാടിക്കലെത്താമെന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം എന്താക്കി ബീച്ചിലൊന്ന് കറങ്ങിയിട്ട് വീട്ടിൽ പോകാൻ വിചാരിച്ചു. അങ്ങനെ ബീച്ചിലെത്തിയപ്പോൾ നല്ല ബ്ലോക്കേനും. അപ്പോൾ ആ 12 മണിക്കുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അങ്ങനെ കുറച്ച് നേരം ഇത് ഗുജറാത്തി സ്ട്രീറ്റാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരാണ്. ഗുജറാത്തി സ്ട്രീറ്റിലൂടെ കുറച്ച് നേരം നടന്ന് എല്ലാവരും ഉറക്കം തൂങ്ങിയിട്ടുണ്ടേനും. എന്താ കണ്ടില്ല, മക്കൾസൊക്കെ ഉറങ്ങിയ ഒരു പരിപാടി. ും അപ്പം നമ്മൾ മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് വീട്ടിൽ പോകാൻ തന്നെ വിചാരിച്ചു. നല്ല ഉറപ്പ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ച്. അപ്പം എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ. എനിക്ക് കുഴപ്പമില്ല. ഇനി 2024 അങ്ങനെ അതാ ഒരാൾ പോയി, രണ്ടാമത്തെ ആൾ പോയി, നമ്മളും പോവാം. ടാറ്റ. ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്.